എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് വെച്ചിട്ടുള്ള ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ തുണി ഞാനിവിടെ 4 മടക്കിയിടുന്നുണ്ട്. തുണി 4 മടക്കിയിടുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മളെ ചെസ്റ്റിൻ്റെ അളവ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ 4 മടക്കിയിട്ടത്. അപ്പോൾ ഇവിടെ 36/4 ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ 11 ഇഞ്ച്. ഈ 11 ഇഞ്ചിലാണ് ഞാൻ തുണി 4 മടക്കിയിട്ടത്. ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 17.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഈ ലെങ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് കട്ടിങ്ങിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന്. അതായത് നമുക്ക് എത്രയാണോ നമ്മൾ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇറക്കമാണ് നെക്കിന് കൊടുക്കുന്നത്. ഞാനിവിടെ 5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ലെങ്ത്തും, അതായത് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത്തിൽ നിന്ന് 5 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ 17 ഇഞ്ച് എടുത്തത്. എനിക്ക് ടോട്ടലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ്. അതിൽ നിന്ന് ഞാൻ 5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് 16 ഇഞ്ച് കിട്ടും. ഈ 16ൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാൻ 17.5 ഇഞ്ച്, അതായത് 17.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്, ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ 21 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 21ൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 22.5 ഇഞ്ച് എടുക്കാം, അതായത് 22.5 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് മുകളിൽ നിങ്ങൾ 5 ഇഞ്ചിൽ നെക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ചെയ്യുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തുണി വെറുതെ എന്തിനാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്? കാരണം നെക്ക് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്യും. അതുകൊണ്ട് പിന്നെ തുണി നമുക്ക് അവിടെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ 17.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. 7 ഇഞ്ചാണ് ഷോൾഡർ, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. 7.5 ഇഞ്ചിലാണ് നമുക്ക് ആം ഹോൾ വരുന്നത്. അപ്പോൾ ഞാൻ 5 ഇഞ്ച്, അതായത് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് കൊടുത്തത് കൊണ്ടാണ്, അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഞാൻ ഒരേ ലെങ്ത്താണ് കൊടുക്കുന്നത്. അത് ഞാൻ 5 ഇഞ്ചാണ് എടുത്തത്. ആ 5 ഇഞ്ച് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 7.5 ആണ്. 7.5 ഞാൻ ഈ 5 ഇഞ്ച് കുറച്ചപ്പോൾ 2.5 ആണ് കിട്ടുന്നത്. അപ്പോൾ 2.5ലാണ് ഞാൻ ആം ഹോൾ വരയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറും നിങ്ങളുടെ ആം ഹോളും എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് കൊടുക്കുന്നത്, അതായത് നെക്കിന് എത്രയാണോ ലെങ്ത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത്താണ് കുറയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു 5 ഇഞ്ചിൽ കുറച്ചിട്ട്, അതായത് 4 ഇഞ്ച് 3 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലെങ്ത്ത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കിൽ സിബ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവഴി അത് ഇടാൻ പറ്റില്ല. 5 ഇഞ്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് തലവഴി ഇടാൻ പറ്റും. ഇപ്പം നമ്മളിതേപോലെ എൽ ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ആം ഹോൾ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് സെയിമാണ്. മുകളിലേക്കുള്ള നെക്കിൻ്റെ ആ ഭാഗം, അതായത് 5 ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഒഴിവാക്കി മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെറുതെ തുണി വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് സാധാരണ നമ്മളെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തു. അപ്പോൾ 11 ഇഞ്ചിലാണ് നമ്മൾ മടക്കിയിട്ടത്, അതുകൊണ്ട് അത് കറക്റ്റാണ്. പിന്നെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 13.5 ഇഞ്ചിലാണ്, അതായത് ഷോൾഡറിന് താഴോട്ടേക്ക്, അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് 13.5 ഇഞ്ചിൽ ആദ്യൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് 13.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മുകളിൽ നമ്മൾ 5 ഇഞ്ച് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 13.5 5 ഇഞ്ച് മൈനസ് ചെയ്യാം. 5 ഇഞ്ച് മൈനസ് ചെയ്താൽ ബാക്കി 8.5ലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8.5 ആദ്യം നമ്മൾ ടോപ്പിൽ നിന്ന് 8.5 താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അവിടുന്ന് ഷേപ്പ് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ വേണം. ആ 2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ മാർക്ക് ചെയ്തു. ആ 2 പോയിൻറ്റും കൂടി നമ്മൾ ചേർത്ത് വരച്ചു. ഇനി താഴെ നമ്മൾ എന്താ പറയുക, ഈ മൊത്തം നമ്മൾ സീം അലവൻസ് ഒന്നും കൊടുക്കാതെ, അതായത് അടിക്കാനുള്ള മാത്രം ഒരു 1/2 ഇഞ്ചിന് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ തുണി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ താഴത്തെ ഭാഗം ആ ഒരു കോർണറിലേക്ക് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ നമ്മൾ സീം അലവൻസ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ കോർണറിലേക്ക് ടച്ച് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വരച്ച ഭാഗത്തിലൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക, ബാക്കിലെ ആം ഹോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഉള്ളിൽ ഉള്ള പീസ് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളും കൂടി കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലീവും കൂടി കട്ട് ചെയ്യാം. സ്ലീവ് ഞാൻ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ച്. 11 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മടക്കിയിട്ടപ്പോൾ ഉള്ള വിഡ്ത്താണ് കേട്ടോ. 11 ഇഞ്ച് 18 ഇഞ്ച് ലെങ്ത്ത്.
ഇത് ഞാനൊരു പകുതി സ്ലീവിൻ്റെ ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫുൾ സ്ലീവ് എടുക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവിൻ്റെ, അതായത് നിങ്ങൾക്ക് ടോപ്പിൽ നിന്ന് തറ്റം വരെ എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കുക. അതിന് കൂടെ നമ്മൾ ഒരു 5 ഇഞ്ചെങ്കിലും സീം അലവൻസ്, അല്ലെങ്കിൽ 4 to 5, അതായത് 4 മുതൽ 5 ഇഞ്ചെങ്കിലും നിങ്ങൾ സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കണം. അതായത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എത്ര വരെയുള്ള കൈയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കൈയിൻ്റെ കൂടെ നിങ്ങളൊരു 4 മുതൽ 5 ഇഞ്ച് വരെ സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മടക്കി തയ്ച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് കുറച്ച് 2 ഭാഗത്തായിട്ട്, ടോപ്പിലും താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും മടക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ സീം അലവൻസ് കൂട്ടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൈ പിന്നെ വരുമ്പോൾ ചെറുതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് സീം അലവൻസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയിട്ട തുണിയിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് സാധാരണ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് കുഴിച്ച് വരയ്ക്കുക. താഴത്ത് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടതെന്ന് വെച്ചാൽ ആ വണ്ണം മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ കറക്റ്റ് അളവുള്ള പോയിൻറ്റിലല്ല കട്ട് ചെയ്യേണ്ടത്, സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിൻറ്റിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഒരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത അതേ ഷേപ്പിൽ നമ്മൾ നല്ല തുണി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തുണി, ഞാനിപ്പോൾ ബാക്കിലാണ് ആദ്യം കാണിച്ചിരുന്നത്, നല്ല തുണി നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ സൈഡ് അതായത് നമ്മളെ സ്ക്വയർ നെക്കാണല്ലോ, ആ നെക്കിൻ്റെ ഭാഗം പിന്നെ അടുത്ത ആം ഹോളിൻ്റെ ഭാഗം, അത്രയും ഭാഗം നമ്മൾ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം ഈ ലൈനിങ് നിവർത്തിയിട്ട് ഒന്ന് പതിച്ചടിച്ചിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ലൈനിങ് താഴ്വശവും പിന്നെ നല്ല തുണീൻ്റെ താഴ്വശവും നമ്മൾ മടക്കി തയ്ക്കണം. ഇനിയാണ് ഈ ടോപ്പിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗം. സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. നിങ്ങൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ചിലോ 3/4 ഇഞ്ചിലോ എത്ര ഇഞ്ചിലാണ് നിങ്ങൾ എടുക്കുന്ന എലാസ്റ്റിക് ഇതേപോലെ വെച്ചിട്ട് എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ, അതായത് സ്ലീവിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ 2 മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. കാരണം നമുക്ക് അതിലൂടെ എലാസ്റ്റിക് കടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എലാസ്റ്റിക്കാണ് നമ്മുടെ ടോപ്പിനെ ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ സാധാരണ വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നിങ്ങൾക്ക് എന്താ പറയുക നെക്കിൻ്റെ അതായത് ഷോൾഡറിൻ്റെ അവിടെ വിടുത്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ നെക്ക് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 ഇഞ്ചോ ചിലപ്പോൾ തന്നെ നമ്മൾ നെക്ക് വിടുത്ത് കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ കഴുത്തിങ്ങനെ മലർന്നു പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവും. അതും ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇറക്കം കൊടുക്കുമ്പോൾ എന്തായാലും മലർന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കറക്റ്റായിട്ട് അളവ് എടുത്തിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കഴുത്ത് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എലാസ്റ്റിക് കൊടുക്കുന്നത്. എലാസ്റ്റിക് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഹോൾഡായിട്ട് അവിടെ നിന്നോളും, കഴുത്ത് മലർന്നു പോകുന്ന സിറ്റുവേഷൻ വരില്ല. ഇനി അതല്ല നിങ്ങൾക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഈ ഡ്രസ്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതേപോലെ എലാസ്റ്റിക് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ഓഫ് ഷോൾഡർ ആയിട്ടും യൂസ് ചെയ്യാം. എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് നമ്മുടെ കറക്റ്റ് ആം ഹോളിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. സ്ലീവ് നമ്മൾ കുഴിച്ച് വരച്ച ഭാഗം നമ്മൾ 2 മടക്കാക്കിയിട്ട് നമ്മൾ എത്രയാണോ എലാസ്റ്റിക് കൊടുക്കുന്നത് വെച്ചാൽ ആ എലാസ്റ്റിക്കിൻ്റെ വണ്ണത്തിനനുസരിച്ച് 2 മടക്കാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുവഴി നമുക്ക് എലാസ്റ്റിക് ഒന്ന് കടത്തിയെടുക്കാം. എലാസ്റ്റിക് കടത്തിയെടുത്തിട്ട് 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം, ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു മടക്കുക, ഉള്ളോട്ടേക്കാണ് ആദ്യം ഇതുപോലെ ഒരു മടക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എത്ര ഇഞ്ച് വിട്ടിട്ടാണോ ഒരു എലാസ്റ്റിക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾ പിന്നീട് മടക്കുക. എപ്പോഴും ഒരു 2 ഇഞ്ച് വിടുന്നതായിരിക്കും കാണാൻ ഭംഗിയുണ്ടാവുക. 2 ഇഞ്ച് വിട്ടിട്ട് എലാസ്റ്റിക് കൊടുക്കുമ്പോൾ ആ 2 ഇഞ്ച് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നത് കാണാനാണ് ഭംഗിയുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മടക്കി ഉള്ളോട്ടൊക്കെ മടക്കി അടിച്ചില്ലേ, ചെറിയൊരു മടക്കി അടിച്ച ഭാഗത്ത് നിങ്ങൾ എലാസ്റ്റിക് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് താഴത്തൊരു വയലറ്റ് ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ആ ബോർഡർ എൻ്റെ ടോപ്പിലുള്ളത് കാരണം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ബോർഡർ കാണാതായി പോകും, വയലറ്റ് തീരെ കാണാതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വയലറ്റ് കറക്റ്റ് ഇതേപോലെ ഉള്ളോട്ടേക്ക്, അതായത് നല്ല ഭാഗത്തേക്ക് നമ്മൾ എത്രയാണോ എലാസ്റ്റിക് വേണ്ടത് വെച്ചാൽ ആ എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതുവഴി എലാസ്റ്റിക് കടത്തിയെടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡും ഞാൻ ലോക്ക് ചെയ്യുന്നുണ്ട്. 2 രീതിയിലും നമുക്ക് ചെയ്യാം. മെത്തേഡ് സെയിം തന്നെയാണ്.
നേരത്തെ എടുത്തതുപോലെ തന്നെ സ്ലീവിൻ്റെ വണ്ണത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ് മടക്കിയിട്ടാൽ ഉണ്ടാവുന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാണ്, നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് ഷോൾഡറിൽ തുണിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല തുണിയുണ്ട്, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ താഴത്തെ ആം ഹോളിൻ്റെ ഭാഗം, അതായത് നമ്മൾ 2.5 ഇഞ്ചിലൊരു ആം ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് നിർത്തും. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും അതേ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഷോൾഡർ കിട്ടേണ്ട ഭാഗം കിട്ടിയിട്ടുണ്ടാവും. അവിടെയാണ് ഇങ്ങനെ ചുരുങ്ങി കിടക്കുക, നമ്മുടെ എലാസ്റ്റിക് കൊടുത്ത ഭാഗം ചുരുങ്ങി കിടക്കുന്നത് അവിടെയാണ്. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ 2 ഭാഗവും ചെയ്യുക, അതായത് ഫ്രണ്ടിലും ചെയ്യുക ബാക്കിലും ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ സ്ലീവിൽ എലാസ്റ്റിക് ഉണ്ടെന്ന് വിചാരിച്ച് ഓവർ നമ്മൾ വലിച്ച് പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റ് സാധാരണ നമ്മൾ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ബാക്കി വശത്തേക്കാണ് ആ എലാസ്റ്റിക്കിൻ്റെ ആ ചുളിവ് പഫ് പോലെ വരേണ്ടത്. നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഭാഗത്തും നോർമൽ തുണി എങ്ങനെയാണോ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്കി വശത്താണ് ആ എലാസ്റ്റിക് ഇങ്ങനെ ചുരുങ്ങി കിടക്കേണ്ടത് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സൈഡിലെ അളവുകൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര അളവിലാണോ നമ്മളെ ഷേപ്പ് എന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സ്ലീവിൻ്റെ സൈഡും ഇത്രയും വശം നമ്മൾ മടക്കി തയ്ക്കുക, അത്രയും നമുക്കിനി ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളാണ്, നല്ല ഭംഗിയാണ് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട്. സത്യമായിട്ടും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, കാണാനും സാധിക്കുള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.